നമുക്ക് കൃത്യമായ വിവരങ്ങളുണ്ട്. അതിനിടയിൽ തൃശ്ശൂരിൽ ഇതുവരെ വോട്ട് എണ്ണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നമുക്ക് തൃശ്ശൂരിലെ പ്രതിനിധിയിലേക്ക് അല്പസമയത്തിനകം പോകാം. എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നത്? അവിടെ വോട്ടുകൾ തരംതിരിക്കുകയാണ്, ബാലറ്റുകൾ തരംതിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും രാജ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും ഇപ്പോൾ ഉത്തരം പറയാനുള്ള സമയമായിട്ടില്ല. എന്തായാലും എൻ ഡി എ ചില വ്യക്തമായ സൂചനകൾ 295 എന്ന നിലയിൽ എൻ ഡി എ നൽകുന്നുണ്ട്, 160 ഇന്ത്യ മുന്നണി നൽകുന്നുണ്ട്, മറ്റുള്ളവർ 19. ഒരു ഘട്ടമെത്തിയാൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ പോയാൽ ഈ മറ്റുള്ളവരും വളരെ നിർണായക ശക്തിയാകും എന്ന്. എന്തായാലും ആദ്യ പല സൂചനകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി 1778 വോട്ടുകൾക്ക് മുന്നിൽ UDFന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട്, രാജ്യം മുഴുവൻ നോക്കുന്ന ഏറ്റവും വലിയ തുറുപ്പുചീട്ട് 1700 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ഉറപ്പായും ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ 4 ലക്ഷം പക്ഷേ മറ്റൊരു എടുത്തു പറയുന്ന കാര്യം, രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും മുന്നോട്ട് നിൽക്കുന്നു. കഴിഞ്ഞ തവണ അമേഠിയിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി, സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി ഇത്തവണ പരമ്പരാഗത നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു. വയനാടിന് പുറമെ റായ്ബറേലിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റിരുന്നു. ബാക്കിയുള്ള എല്ലാ ഘട്ടങ്ങളിലും റായ്ബറേലി എന്നും കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന്റെ ആശയും ആവേശവുമായി രാജ്യത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് അവിടുത്തെ വിജയം വലിയ അർത്ഥത്തിൽ പറയേണ്ടതില്ല, വയനാട്ടിലെയും വിജയം വലിയ അർത്ഥത്തിൽ പറയേണ്ടതില്ല. പക്ഷേ ഇന്ത്യ മുന്നണി എവിടെയൊക്കെ മുന്നിട്ട് നിൽക്കുമെന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാക്കുന്നത്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. രാഹുൽ ഗാന്ധി വയനാട് എടുക്കുവോ റായ്ബറേലി എടുക്കുവോ വിജയിച്ചു വരുമ്പോൾ എന്നുള്ളതാണ്. വയനാട്ടിൽ പ്രഖ്യാപിച്ചത് എന്റെ പോറ്റമ്മയാണ് വയനാടെന്നാണ്. പെറ്റമ്മ ആരാണ്? അതിന്റെ ഉത്തരം രാഹുൽ ഗാന്ധിയാണ്. ശരി, നമുക്ക് റിസൾട്ടുകളിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. വയനാട്ടിൽ 1778 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നത്. 1778 വോട്ടുകൾക്ക് UDFന്റെ തുറുപ്പുചീട്ട്, രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു. വലിയ കരുത്ത് രാഹുൽ ഗാന്ധി. വിജയരാഘവൻ മുന്നിട്ട് വയനാട് മണ്ഡലത്തിൽ അട്ടിമറി വിജയം, 4.5 ലക്ഷത്തോളം വോട്ടിന്റെ വിജയം സാധ്യമാക്കിയ രാഹുൽ ഗാന്ധി ഇതാ ആദ്യഘട്ടത്തിൽ വോട്ടെണ്ണുമ്പോൾ 1778 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ഒരു വാർത്ത പുറത്തു വരുന്നു. VS സുനിൽകുമാർ, ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 823 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. 823 വോട്ടുകൾ. കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ തൃശ്ശൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 823 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. വളരെ വലിയ ആകാംക്ഷയോടുകൂടി രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെയാണ് VS സുനിൽകുമാർ, LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, മുൻ കൃഷി വകുപ്പ് മന്ത്രി, എത്ര വോട്ടിന്? 823 വോട്ടുകൾക്ക് മുന്നിട്ട്. 823 വോട്ടുകൾക്ക് കെ മുരളീധരനെയും സുരേഷ് ഗോപിയെയും മറികടന്ന് ഇതാ VS സുനിൽകുമാർ മുന്നിട്ട് നിൽക്കുന്നു. ഉയർന്ന ചോദ്യം അപ്പോൾ ഈ തൃശ്ശൂരുകാർക്ക് കേന്ദ്രമന്ത്രിയെ വേണ്ടേ? NDA അധികാരത്തിലെത്തിയാൽ കേന്ദ്രമന്ത്രി എന്ന് ഉറപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ തൃശ്ശൂരുകാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിയെ വേണ്ടേ? അല്ലല്ല, ഒരു വിശകലനത്തിനുള്ള സമയമായിട്ടില്ല, ഒരു വിശകലനത്തിനൊന്നും ആയിട്ടില്ല. നമ്മൾ 823 വോട്ടിന് കണ്ണൂർ വരികയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ 49 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. നിതിന്റെ പ്രവചനങ്ങൾ, സ്പെക്കുലേഷൻസ് ഒക്കെ തെറ്റുന്നു. നോക്കൂ, MP ജയരാജനെ മറികടക്കുന്നു. പക്ഷെ മറ്റൊരു വാർത്ത, ദേശീയ തലത്തിൽ NDA കേവല ഭൂരിപക്ഷം പിന്നിട്ട് കഴിഞ്ഞു. 306 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു. 139 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. 33 മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നു. കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു. 307 എക്സിറ്റ് പോൾ ഫലങ്ങളെ സാധൂകരിക്കുന്ന രൂപത്തിൽ 400+ കടക്കുമോ എന്നാണ് ഇനി നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങളെ അതേപോലെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം NDAക്ക് സാധ്യമാകുന്നു. 307 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. 141 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. 33 മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നു. 303 NDA മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. കേവല ഭൂരിപക്ഷം തൃശൂർ 836 VS സുനിൽകുമാറിന്റെ ലീഡ്. തീർച്ചയായും 836 വോട്ടുകൾക്ക് VS സുനിൽകുമാർ ലീഡ് ചെയ്യുന്നു. മറ്റൊരു മണ്ഡലം നമ്മൾ എടുത്തു പറയണം, കാസർഗോഡ്. തുടക്കം മുതൽ കാസർഗോഡ് ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു. MP രാജ്മോഹൻ ഉണ്ണിത്താന് എത്തി നോക്കാനായിട്ടില്ല. തുടക്കം മുതൽ കാസർഗോഡ് പോസ്റ്റൽ വോട്ടുകളും അതെ, EVM അതെ. EVS